സോ അപ്പോൾ നമ്മൾ അടുത്ത മൊഡ്യൂൾ 2 ആണ് നോക്കാൻ പോണത്. ഇപ്പോൾ ഇത് സംഭവം നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ചടപടാന്ന് സംഭവങ്ങളൊക്കെ നോക്കാൻ പോവാണ്. എന്താ മൊഡ്യൂൾ 2 ബേസിക് ടോപ്പിക്സ് എന്താണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഒന്നെങ്കിൽ ലാസ്റ്റ് കാണുക, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കാണുക, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓടിച്ചു നോക്കണമെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ ഓടിച്ചു നോക്കി എല്ലാം കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിച്ച് തരികയല്ല ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് എല്ലാം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ള സ്കീം. അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും എക്സാമോ വേറെ എന്തെങ്കിലും എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് പഠിക്കാൻ സമയം കിട്ടിയില്ല, അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരം ആവുന്നല്ല, എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ചട്ടപ്പെടാതെ തീർക്കാൻ പോകും. അപ്പോൾ ഫസ്റ്റിലത്തെ മെയിൻ ടോപ്പിക്സ് വരുന്നത് സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, QFD, strategic management, quality management, obstacle to achieving successful strategic quality management, പീരിയർ സെലക്ഷൻ, പിന്നെ 5S, 6 Sigma, ലീൻ കൈസ. ബേസിക്കലി ഒരു സിമ്പിൾ ടോപ്പിക്സ് തന്നെയുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് നോക്കി പോയാൽ മതി. അത് എന്നിട്ട് പിന്നെ സിമ്പിൾ നമ്മുടെ വേർഡ്സിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജർ, സ്ട്രാറ്റജിക് പ്ലാൻസ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്, ബ്രോഡ് ഗോൾസ് ഫോർ എല്ലാ ഓർഗനൈസേഷനും. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ മിഷൻ അനുസരിച്ച് സ്റ്റേറ്റ് ചെയ്യും. ആ ഇത് കാരണമാണ് നമ്മളവിടെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ വളരെ ലോങ് റേഞ്ച് ഓഫ് ക്വാളിറ്റി ഗോൾസ് നമ്മൾ ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഗോൾസാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു അപ്രോച്ച്. അപ്പോൾ അതാണ് ഡിഫൈനിങ് ദ അപ്രോച്ച് ഫോർ മീറ്റിംഗ് ദ ഗോൾസ്. സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ് അത് ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ഹയർ മാനേജർ. വലിയ ആൾക്കാരാണ് അത് ചെയ്യുക. സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജർ. സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് അതിലെല്ലാം പ്രോസസ്സ് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒപ്പം തന്നെ വേറെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇതിൽ എൻഗേജ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള തുടക്കം അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, ക്വാളിറ്റിയുടെ നമ്മൾ ഇന്നും വരുന്ന ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ്ങിൽ നോക്കുന്നത്. പിന്നെ കസ്റ്റമർ നീഡ്സിൽ കസ്റ്റമർ പൊസിഷനിങ് എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യണം. എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മളിത് കറക്റ്റായിട്ട് കസ്റ്റമറിനെ റിഗാർഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് പൊസിഷനിങ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ വരിക, അടുത്ത പ്ലാനിങ് എന്തൊക്കെയാണ്, അവരുടെ പ്രോഡക്റ്റ് സർവീസ് എങ്ങനെ എഫക്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യണത്. പിന്നെ എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്, പ്ലാനേഴ്സാണ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മുടെ ഫ്യൂച്ചറിലത്തെ അവസ്ഥയും ഓർഗനൈസേഷൻ്റെ അവസ്ഥയും തമ്മിലുള്ള എന്തൊക്കെ ഗ്യാപ്പ് വരിക, അപ്പോൾ ഗ്യാപ്പ് അനാലിസിസ്. പിന്നെ ഞാൻ പ്ലാനേഴ്സ് പ്ലാനേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ഉണ്ടാക്കി ഗ്യാപ്പ് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് ദ ഗ്യാപ്പ്. പിന്നെ പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മിഷനായിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷനും മിഷനും ഒപ്പം തന്നെ അതിൻ്റെ കോർ വാല്യൂസ് ആയിട്ട് അലൈൻമെന്റ് വരുമ്പോൾ അലൈനായി വരും പ്ലാൻ. അപ്പോൾ അത് അലൈൻമെന്റ്, പിന്നുള്ളത് ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ജസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. കോസ്റ്റ് രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. ക്വാളിറ്റി കോസ്റ്റും പിന്നെ കോസ്റ്റ് ഓഫ് നോൺ കോൺഫോർമൻസും. ക്വാളിറ്റി കോസ്റ്റിൽ പ്രിവെൻഷൻ കോസ്റ്റിൻ്റെ അപ്രൈസൽ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് ഓഫ് നോൺ കോൺഫോർമൻസിൽ ഇന്റേണൽ കോസ്റ്റ് ഫെയിലിയർ കോസ്റ്റും എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും. The cost of quality are cost associated with the prevention, discovery and resolving the effect in birds. എന്തെങ്കിലും ഒരു ഇഫക്റ്റ് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി വരുന്നത്. ഈ കോസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിസൈൻ സ്റ്റേജുകളിൽ, പിന്നെ നമ്മളത് ഉണ്ടാക്കുമ്പോഴും, പിന്നെ കസ്റ്റമറിൻ്റെ ഹാൻഡിൽ നിന്നുള്ള സംഭവങ്ങൾ അപ്പോഴൊക്കെയാണ് ഈ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി വരുന്നത്. പിന്നെ കോസ്റ്റ് പ്രിവെൻഷനിൽ കൺസിസ്റ്റ് ഓഫ് അസോസിയേറ്റഡ് വിത്ത് പേഴ്സണൽ എൻഗേജിങ് ഡിസൈൻ. ആരൊക്കെയാണ് ഡിസൈൻ ചെയ്യണത്, ഇംപ്ലിമെന്റ് ചെയ്യണത്, അല്ലെങ്കിൽ അത് ആ ക്വാളിറ്റി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അതിലാണ് കോസ്റ്റ് ഓഫ് പ്രിവെൻഷൻ വരിക. കോസ്റ്റ് ഓഫ് അപ്രൈസൽ. കോസ്റ്റ് അസോസിയേറ്റഡ് മെഷറിങ്, വാലേറ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ് പ്രൊഡക്റ്റ് നമ്മൾ കണക്കിലെടുക്കുന്നതും അത് അളവെടുക്കുന്നതും വാലേറ്റ് ചെയ്യുന്നതൊക്കെയാണ് കോസ്റ്റ് ഓഫ് അപ്രൈസൽസ് വരിക. കാരണം നമ്മൾ എത്ര മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചു, എന്തൊക്കെയാണ് നമ്മൾ അതിന് കൊടുത്തത്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ നമ്മൾ അതിന് ഫിക്സ് ചെയ്തു, എന്തൊക്കെ പെർഫോമൻസ് ആണ് നമുക്കത് വേണ്ടി വരിക, ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് അപ്രൈസൽസ് എന്ന് വരുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയർ. ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ്, component and material that fail to meet quality requirement. നമ്മുടെ ക്വാളിറ്റി റിക്വയർമെന്റ് അലൈൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാത്ത എന്തൊക്കെ സാധനങ്ങളാണ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് വരുന്നത്, അതിനെ സംബന്ധിച്ച് വരുന്ന കോസ്റ്റ്, അതൊക്കെയാണ് ഇന്റേണൽ ഫെയിലിയേഴ്സ്. പിന്നെ കോസ്റ്റ് വിച്ച് ആർ ജനറേറ്റഡ് ബിക്കോസ് ഓഫ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ബീങ് ഷിഫ്റ്റ് ടു കസ്റ്റമർ. വേറെ കസ്റ്റമേഴ്സിനെ ഷിപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് നമുക്ക് വരുന്നത്, അതാണ് കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫെയിലിയേഴ്സ്. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്കെല്ലാം ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഒരു കമ്പനി സപ്ലൈ ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ആവശ്യകതയല്ല, അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് അത് എത്രത്തോളം പൊരുത്തപ്പെടുത്താൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും അവസാനത്തെ ഗോൾ എന്ന് വെച്ചാൽ കസ്റ്റമറിനെ സന്തോഷിപ്പിക്കുക എന്നതാണ്, അല്ലാതെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നല്ല. അപ്പോൾ കസ്റ്റമർ പെർസെപ്ഷൻ ക്വാളിറ്റി എന്നാണ് ഒപ്പീനിയൻ, ഫീലിങ്സ്, അവരുടെ ഫീലിംഗ്, കസ്റ്റമറിന് ഉണ്ടാവുന്ന ബിലീഫ്സ്, ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി സർവീസിനെ മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ കസ്റ്റമർ പെർസെപ്ഷനിലുള്ള ക്വാളിറ്റിയിലും ഇപ്പോൾ ഒരു കസ്റ്റമറിന് ക്വാളിറ്റിയിലുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയാണ്. പെർഫോമൻസ്, അതിൽ കൊടുക്കുന്ന സർവീസ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എന്തൊക്കെ വാറൻറ്റി, പ്രൈസ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. നമുക്കും അത് ചിന്തിക്കുക എന്നുള്ളത്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതൊക്കെയാണ് നോക്കുക. പെർഫോമൻസ് പറയുന്നത്
നമ്മളെ യൂസിനനുസരിച്ച് അത് യൂസിന് നമുക്ക് ഉള്ള സംഭവം ഉണ്ടോ, നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടോ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഷോസ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് കസ്റ്റമേഴ്സിൻ്റെ യൂസ് അല്ലെങ്കിൽ ടൈമിന് ഒരിക്കലും വിറ്റു ചിലവാക്കിയല്ല, അവരുടെ കസ്റ്റമർ ടൈമിന് അത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പെർഫോമൻസ്. പിന്നെ സർവീസസ്, എന്തൊക്കെ സർവീസസ് ആണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആകുകയാണത്. പിന്നെ ഫീച്ചേഴ്സ്, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ സർവീസിന് എന്തൊക്കെ എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ളത്. പിന്നെ വാറൻറ്റി, ഇറ്റ് റെപ്രസെൻറ്റ് ദ മാനുഫാക്ചേഴ്സ് പ്രോമിസ് ഓൺ ക്വാളിറ്റി ആൻഡ് ഗ്യാരൻറ്റി ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ കസ്റ്റമേഴ്സിന് കോൺസ്റ്റൻ്റ്ലി നമ്മൾ പ്രൊഡക്റ്റിന് വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സർവീസസ് അഗൈൻസ്റ്റ് കോമ്പറ്റീഷൻസ് ആയിട്ടുള്ള എന്താണ് നമ്മൾ വേർതിരിച്ച് നിൽക്കുന്നത്, പ്രൈസ്. അപ്പോൾ അങ്ങനത്തെ സംഭവം. കെനോസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു കെനോസ് എന്ന് പറഞ്ഞ ആൾ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരു മോഡൽ ഇട്ടാകും എന്നാണ് സംഭവം. ഐഡൻറ്റിഫൈ ദ 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻവോൾവ് ചെയ്യണം. ബേസിക് ഫാക്ടേഴ്സ്, എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ്, പെർഫോമൻസ് ഫാക്ടർ. ബേസിക് ഫാക്ടേഴ്സിൽ അത് മിനിമം റിക്വയർമെൻറ്റ് ഫാക്ടർ വിച്ച് വിൽ കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇഫ് നോട്ട് ഇൻ ഫുൾഫിൽഡ് ബട്ട് വോണ്ട് ഇൻക്രീസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്ന് വെച്ചാൽ ഒരു മിനിമം റിക്വയർമെൻറ്റ് ഉണ്ട്, അത് ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, പക്ഷെ അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും അതും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ബേസിക് ഫാക്ടേഴ്സ്. എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഭയങ്കര വാല്യൂ ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യണ ഒരു ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവർ ബട്ട് ഡു നോട്ട് കോസ് ദിസ്, എന്താ പറയുക, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കൊടുക്കണം, അത് ഡെലിവറി ചെയ്യണം, അപ്പോഴാണ് കാര്യമുള്ളൂ. പെർഫോമൻസ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് വിൽ കോസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇഫ് ഹൈ ആൻഡ് കോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഡിസാറ്റിസ്ഫാക്ഷൻ ഇസ് ലോ. അതാണ് പെർഫോമൻസ് ഫാക്ടേഴ്സ്. ഇനി അടുത്തതാണ് ക്വാളിറ്റി ഫങ്ഷണൽ ഡിപ്ലോയ്മെന്റ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. QFD, ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തോളജിയാണ്. അത് നമുക്ക് അതിലൂടെ നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യകത, എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെ നമ്മളെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസൈൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ, ഡെലിവറി, പ്രൊഡക്റ്റ്, സർവീസ് നമ്മളത് പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്. ഇതൊരു സിസ്റ്റമാണ്. അതൊരു സിസ്റ്റം ടു പ്രൊഡ്യൂസ് വിത്ത് എൻ എയിം. അത് ഒരു ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിന് അൾട്ടിമേറ്റ്ലി അവർക്ക് സന്തോഷം വരുത്തണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. QFD is a methodology to translate the voice of customer into actual reality of manufacturing. ഇതിലപ്പോൾ QFD ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് പ്രൊഡക്റ്റ് പ്ലാനിങ്, പാർട്ട് ഡെവലപ്മെന്റ്, പ്രോസസ് പ്ലാനിങ്, പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്റ്റ് പ്ലാനിങ്ങിൽ ആദ്യം എന്താ പറയുക, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണു, എന്നിട്ട് കസ്റ്റമേഴ്സിന് അതിനുള്ള അട്രിബ്യൂട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണു. Phase 2 ഈസ് സ്റ്റെപ്പ് ഡെവലപ്മെന്റ് ഓഫ് ഡിസൈൻ മാച്ചിങ്. കസ്റ്റമർ റിക്വയർമെന്റ് വെച്ച് ഡിസൈൻ മാച്ച് ചെയ്ത് ട്രയൽ നോക്കി നോക്കണു. മൂന്നാമത്തെ ഫേസിൽ എന്താ ചെയ്ത് നോക്കുക, നമ്മൾ അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സും അതിനനുസരിച്ചുള്ള കൺട്രോൾ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യണം. നാലാമത്തെ ഫേസിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിൽ നമ്മൾ ആ സമയം സ്യൂട്ടബിൾ ആയിട്ട് പ്രൊഡക്ഷൻ ടെക്നിക്സും പിന്നെ പ്രോട്ടോടൈപ്പും ടെസ്റ്റ് ചെയ്ത് നോക്കും, പിന്നെ ഫൈനലി നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണം. ഇതാണ് QFDയിൽ ഉണ്ടാകുന്ന സ്റ്റെപ്സ്. പിന്നെ ഹൗസ് ഓഫ് ക്വാളിറ്റി, കസ്റ്റമർ ഹൗസ്, ദ എക്സ്റ്റീരിയർ വാൾസ് ഓഫ് ദ കസ്റ്റമർ റിക്വയർമെന്റ്സ് ആണ്. ഇത് ഹൗസ് ഓഫ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഓരോ കാര്യക്കാർ എന്തൊക്കെ സംഭവങ്ങൾ നോക്കാം. അപ്പോൾ ഇത് മെയിൻലി നോട്ട് ചെയ്ത് വയ്ക്കാമെന്ന് മാത്രം. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് പ്രയോറിറ്റൈസ് കസ്റ്റമറിൻ്റെ ആവശ്യകത. ദ ഗോൾ ഈസ് ടു ട്രാൻസ്ഫർ ദ വോയിസ് ഓഫ് കസ്റ്റമർ ഇൻ ടു സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. കസ്റ്റമറിൻ്റെ ആവശ്യകത നമ്മൾ സിമ്പിൾ ക്ലിയർ ലാംഗ്വേജിൽ മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ contains the technical to engage in product design. The goal of this house is to decide on the actions that are not to be taken to customer satisfy needs. The root contains the interrelation between technical requirements. When the interior walls contain the relation between customer and technical requirements. Foundation of the house is prioritized technical requirement. അടുത്താണ് ലീൻ മാനുഫാക്ചർ. ഇത് ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റമാണ് കൂടുതൽ റെഫർ ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഫാറ്റ് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയണ പോലെ നമുക്ക് ആവശ്യമില്ലാത്തൊരു എന്തെങ്കിലും നമ്മുടെ വാല്യൂ കിട്ടാത്ത ഒരു സംഭവം നമ്മൾ ചെയ്യണമെങ്കിൽ അത് ഒഴിവാക്കി കളയുന്നതാണ്. ടേം ലീൻ മാനുഫാക്ചറിംഗ് ബ്രെയിൻസ് പ്രൊഡക്ഷൻ പ്രോസസ് വിച്ച് കൺസിഡർ ദ എക്സ്പെൻഡിച്ചർ റിസോഴ്സ് ഫോർ എനിത്തിങ് അതർ ദാൻ ദ അഡീഷൻ ഓഫ് വാല്യൂ ടു ദ എൻഡ് കൺസ്യൂമർ ടു ബി വേസ്റ്റ്. ലീൻ മാനുഫാക്ചർ പ്രൊഡക്ഷൻ ഐഡിയോളജി നമ്മൾ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്തുകൊണ്ട് അതേസമയം തന്നെ വേസ്റ്റ് കുറയ്ക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷനാണ് ലീൻ മാനുഫാക്ചറിങ്. ലീൻ മാനുഫാക്ചറിൽ 7 വേസ്റ്റിന് ട്രാൻസ്പോർട്ട്, ഇൻവെന്ററി, മോഷൻ, വെയിറ്റിംഗ്, അൺയൂട്ടിലൈസ്ഡ് ടാലന്റ്, ഡിഫക്റ്റ്, ഓവർ പ്രോസസിങ്, ഓവർ പ്രൊഡക്ഷൻ. 8 വേസ്റ്റ് ഓഫ് നോൺ യൂട്ടിലൈസ്ഡ് ടാലന്റ് സ്കിൽസ് റിക്കവർ ഇൻട്രൊഡ്യൂസ്. അടുത്ത് കഴിഞ്ഞ് ലീൻ മാനുഫാക്ചറിങ് ഇൻവേസിൽ അടുത്ത ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ ഓവർ പ്രൊഡക്ഷൻ, കുറേ ആവശ്യമില്ലാത്ത കുറേ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യകതയില്ല. അപ്പോൾ അത് ഓർഗനൈസേഷന് മിസ്റ്റേക്സ് ഉള്ളത് കൊണ്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഴിവ് കാരണമാണ്. Excessive inventory. Inventory is said to be an idle resource of our organization. അപ്പോൾ ഇൻവെൻറ്ററിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻറ്ററപ്റ്റഡ് സപ്ലൈസും പിന്നെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്ത ആൾക്കാരും റയർലി അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും പ്രൈസിൽ മാറി റോ മെറ്റീരിയൽസിൽ പ്രൈസ് മാറി അങ്ങനത്തെ സംഭവമൊക്കെ വരികയാണെങ്കിൽ ഇൻവെൻറ്ററിയിൽ കുറേ കൂടി കൊടുക്കും. Unnecessary motions. Organization where the layout is not properly designed. People are forced to move from distances through random pathways. ആവശ്യമില്ലാത്ത മോഷൻ അതൊക്കെയാണ്. വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കുറേ ഡിലേ വരുന്നത്, അത് നമ്മുടെ ലീൻ മാനുഫാക്ചറിങ്ങിൽ അത് വളരെ
വല്ലാത്തൊരു സംഭവമാണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മളിപ്പോൾ മൂവിങ് ചെയ്യുക എന്തെങ്കിലും അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു വാല്യൂ ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ അത് മിനിമൈസ് ചെയ്യണം മാക്സിമം. പിന്നെ inappropriate processing, the cost for eliminating process in the organization will lead to reduction of waste. പിന്നെ ഡിഫക്റ്റ്, ആവശ്യമുള്ള ഡിഫക്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്പെസിഫിക്കലി മീറ്റ് ചെയ്ത പ്രൊഡക്റ്റ് വന്ന ഡിഫക്റ്റ് പോയി, അപ്പോൾ അത് വളരെ വലിയൊരു വേസ്റ്റാണ്. ടൈമും പോയി, ഒപ്പം തന്നെ തൊട്ട് പേർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെയുള്ളതാണ് നോൺ യൂട്ടിലൈസേഷൻ. ആവശ്യമില്ലാത്ത നമ്മൾ കുറേ ചിലവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ പറ്റാത്തൊരു ടാലൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭാഗം ഉണ്ടാവും, അത് ഫുള്ളും വേസ്റ്റ് ആയിട്ട് പോകും എന്തായാലും. അപ്പോൾ നോൺ യൂട്ടിലൈസ്ഡ് ടാലൻറ്റ്. lean financial tools, Japanese would waste എന്ന് പറയുന്നത് മുദ്ദ, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് യൂസ്ലെസ്നെസ് ആണ്. ജസ്റ്റ് ഇൻ ടൈം ടൂൾ, ഓൺ ഡിമാൻഡ് ടൈം, ഓരോന്നിൻ്റെ ഡിഫറൻസ് സംഭവം ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ഡിമാൻഡ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. 5 Rs നമ്മൾ വർക്ക് പ്ലേസ് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്ലാൻ ടു ചെക്കാറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചേഞ്ചിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്, കൺബൺ അതിൽ സിസ്റ്റംസ് എങ്ങനെ സിഗ്നൽ ചെയ്യുന്നു, കൈസെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. പോക്ക യോക്കോയിൽ എറർ പ്രൂഫിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ 5 Rs അതൊരു മെത്തേഡ് ഓഫ് ഓരോ ഓർഗനൈസേഷൻ വർക്ക് പ്ലേസ് നമ്മൾ എങ്ങനെ ഓർഗനൈസ് എന്നുള്ള ഒരു ബേസിക് മെത്തേഡാണ്. അതിൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് സ്റ്റെപ്സ് ഫോർ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയാം. ഇപ്പോൾ 3 തരത്തിലുള്ള ഇത് ജാപ്പനീസ് ഒറിജിൻ ആയതുകൊണ്ട് അതിൻ്റെ ടേം സീരി, സീറ്റൻ, സീസോ, സീക്കേറ്റ്സു, ഷിറ്റ്സുഗെ, സോർട്ട്, ടൈറ്റ്നസ്, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിൻ. ഇതിൽ നിന്ന് 4 മെയിനിൽ വരിക. സോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഡിസോർഡറായി എടുക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് വയ്ക്കുക. സെറ്റ് ഇൻ ഓർഡർ എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുക. ക്ലീൻ എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ഏരിയ ക്ലീൻ ചെയ്യുക. സ്റ്റാൻഡേർഡൈസ് വെച്ചാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തെല്ലാം മെത്തേഡ് പെർഫോമിങ് ക്ലീനിങ്, സോർട്ട് ചെയ്ത് വെക്കുന്ന നല്ല രീതിയിലൊരു എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്ത് വെക്കുന്നത്. സസ്റ്റെയിൻ എന്ന് വെച്ചാൽ ഇത് നമ്മൾ കീപ്പ് ഓൺ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ സീരീസ് സോർട്ട്. ക്ലീനിങ് ദ ഓർഗനൈസേഷൻ വർക്ക് പ്ലേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സെറ്റ് ഇൻ ഓർഡർ, സ്റ്റോറേജ് ഓഫ് ഐറ്റംസ് വേസ്റ്റ് എലിമിനേറ്റ്. നമുക്ക് ആവശ്യം ഇപ്പോൾ അവിടെ ഇവിടെ പോയി നോക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ഇൻ ഓർഡർ. ക്ലീൻ ദ വർക്ക് പ്ലേസ് ക്ലീൻ ചെയ്യാനും ഒപ്പം തന്നെ ഫ്രീ ഫ്രം ഗ്രീസ്, ഓയിൽ ആൻഡ് ഡേർട്ട്. സ്റ്റാൻഡർഡൈസ് വർക്ക് പ്രൊസീജിയേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സേഫ് ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് അത് വർക്ക് പ്ലേസ്. ഈച്ച് എംപ്ലോയി ഹാസ് ടു ഫോളോ സർട്ടൻ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. വിഷ്വൽ ആൻഡ് ബാൻഡ് അല്ലെങ്കിൽ കാർഡ് ബോർഡ് ഈസ് എ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു GIT പ്രൊഡക്ഷൻ. ഒരു സിഗ്നൽ സിസ്റ്റം, ഒരു ആക്ഷൻ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ സിസ്റ്റമാണ്. സിഗ്നൽ കാർഡ് യൂസ്ഡ് ഇൻ എനി പുൾ സിസ്റ്റം. The original pull system dual card is which work area has production cards circulate inside the area to trigger production, while move cards circulate between work areas to move material into out of the production. പിന്നുള്ളതാണ് ഇതിൽ പറയുന്നത് സ്റ്റാർട്ട് ഇൻ എ ഫുൾ കണ്ടെയ്നർ. ന്യൂ കണ്ടെയ്നർ നമ്മൾ ആവശ്യപ്പെടും, അപ്പോൾ ഒരു പുതിയൊരു കണ്ടെയ്നർ നമുക്ക് ഡെലിവർ ആവും. ഫസ്റ്റ് കണ്ടെയ്നർ കംപ്ലീറ്റ്ലി എംപ്റ്റീഡ് ആവും. അപ്പോൾ അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമുക്ക് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഓർഡറിൽ വേണ്ടിയിട്ട് നമ്മളിത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൈസൺ, ദ വേർഡ് കൈസൺ മീൻസ് നമുക്ക് പറയാം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. കൈ എന്ന് വെച്ചാൽ ചേഞ്ച്, സെൻ എന്ന് വെച്ചാൽ നല്ലതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കൈസൺ ഒരു സിസ്റ്റമാണ്. എല്ലാ എംപ്ലോയീസും അപ്പർ മാനേജ്മെൻറ്റ് തൊട്ട് ക്ലീനിങ് ക്രൂ വരെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാവരെയും ഇത് എൻകറേജ് ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ PDCA സൈക്കിൾ എന്ന് വെച്ചാൽ പ്ലാൻ ഡു ചെക്ക് ആക്ട്. പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പോകുന്നത് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഡിസൈഡ് റിസൾട്ട് പ്ലാൻ ചെയ്യുക, എന്നിട്ട് അത് നമുക്ക് പ്രാക്ടീസിലേക്ക് ഇട്ട് കൊടുക്കണം, എന്നുവെച്ചാൽ അത് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ദ ചേഞ്ച് ബൈ കളക്ടിങ് ഡാറ്റ. The step involved carrying out the plans put forth in step 1. The phase consists of studying the results obtained. Phase consists of നമ്മുടെ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെ റിസൾട്ട് കിട്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യും. 4ാമത്തെ ഫേസിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് പ്രോസസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അതാണ് PDCA സൈക്കിൾ. പോക്കോ യോക്കോ അതൊരു മിസ്റ്റേക്ക് പ്രൂഫിംഗ് ആണ്. ഈസ് കോയിൻഡ് ജാപ്പനീസ് ടേം ഈസ് യൂസ് ഓഫ് മെക്കാനിസം ഓർ ഡിവൈസ് ദാറ്റ് ഹെൽപ്പ് ആൻ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റർ ടു അവോയ്ഡ് മിസ്റ്റേക്ക്. എന്തെങ്കിലും മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു എക്യുപ്മെൻറ്റ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യണ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു സംഭവമാണ് പോക്കോ യോക്കോ. സോ ഇറ്റ്സ് ഹാഡ് ഫിനിഷ്ഡ്. മൊഡ്യൂൾ 2 ഫാസ്റ്റായിട്ട് നമ്മൾ ചടപടാൻ നോക്കിയ സംഭവമാണ് ഇപ്പോൾ തീരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഒന്നെങ്കിൽ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ നോക്കണേക്കാട്ട് മുമ്പ് നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നോക്കി പോയാൽ മതി. എങ്ങനെയായാലും ജസ്റ്റ് നോക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ പഠിക്കാതിരിക്കുന്നവരല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരമായിക്കോട്ടെ.